വിലായത് ബുദ്ധ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം. ബൈ ദ വേ ഹാപ്പി ഓണം ടു ഓൾ. രാത്രിയായി, എന്നാൽ ഒരു ഓണാശംസകളാകാമെന്ന് വിചാരിച്ചു. സോ വിലായത് ബുദ്ധ എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. കുറേ നാളായത് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ട്. സോ ഓണമായിക്കൊണ്ട് ഒരു ടീസർ വന്നിരിക്കുകയാണ്. നമ്മളത് ആദ്യം ഇത് കാണാം. ഇത് പുഷ്പയാണോ? ഏകദേശം. അപ്പം എനിക്ക് ഫസ്റ്റ് ഷോട്ട് ആണ് പുഷ്പയുടെ ഫസ്റ്റ് ടീസർ. പുഷ്പ 1ന്റെ ഫസ്റ്റ് ടീസർ അങ്ങനെ തുടങ്ങും. അതിൻ്റെ ഒരു ഫ്ലേവർ അടിക്കുന്നുണ്ടല്ലോ. സിനിമാറ്റോഗ്രഫി റെഫറൻസ് ഉണ്ടല്ലോ. ഓ പുള്ളിക്കാരിയല്ലേ, ബേസ്ഡ് ബസ്. ഓ ഡബിൾ മോഹൻ. അത് തന്നെ മലയാളത്തിന്റെ പുഷ്പയാണെന്ന് തോന്നുന്നു. ചില ഡയലോഗുകൾ ആ സിനിമയിലെ ഒരു ഇതിലും വരും, റിയൽ ലൈഫിൽ നമുക്ക് കണക്ട് ആകുന്ന രീതിയില്ല. പൃഥ്വിരാജിനെ പോലെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. പുഷ്പയ്ക്കകത്ത് ലോറിയാണ് പുറത്തിയത്, ഇതിനകത്ത് ജീപ്പ്. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു അതാ സെയിം കഥയല്ല, ബട്ട് ആ നോവലിനെ ബേസ് ചെയ്തതായതുകൊണ്ട് പുഷ്പയുടെ ചില സിമിലാരിറ്റി. പുഷ്പ പോലെ ആയില്ല എന്തായാലും. നല്ലൊരു പടമായിരിക്കും. കുറേ നാളൊക്കെ ആയ ശേഷമാണ് പൃഥ്വിരാജ് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനറിലൊക്കെ ലാസ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. കുറേ നാളായി എമ്പുരാനൊക്കെ ശേഷം ഡയറക്ഷൻ്റെ പുറകിലൊക്കെ ആയിരുന്നു. ഈ സിനിമ ഒരുപാട് നാൾ മുമ്പ് ഷൂട്ടൊക്കെ തുടങ്ങിയാണ്. അദ്ദേഹത്തിന് ഈ പടത്തിൻ്റെ ഷൂട്ടിലാന്ന് തോന്നുന്നത് ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്നതും ഇതിലാണെന്ന് തോന്നുന്നു. സോ ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ ആണെന്നാണ് വിശ്വാസം. ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് എടുത്തു പറയാനുള്ള രണ്ട് കാര്യം: ഒന്ന് സിനിമാറ്റോഗ്രഫി ആൻഡ് മ്യൂസിക്. ജേക്സ് പിജോ ഇതിനകത്തും ഒരു കസറും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നല്ല മ്യൂസിക്, മീൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്യാവശ്യം നല്ല അടിപ്പായിട്ട് വന്നിട്ടുണ്ട്. സോ എന്താകും എന്നുള്ളത് നമ്മുടെ വരും അതിൻ്റെ ബാക്കി അപ്ഡേറ്റുകളിലും സിനിമ വരുമ്പോൾ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഒരു പുഷ്പ ആകുമോ, മീൻസ് അങ്ങനെ സിനിമ രീതിയിലല്ല, ഒരു ട്രെൻഡ് സെറ്റർ പോലെ അങ്ങനെയൊക്കെ ആകുമോ എന്ന് നമുക്ക് കണ്ടറിയാം. ബട്ട് അത് ഫസ്റ്റ് ഷോട്ട്, ഞാൻ ടീസറിൻ്റെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഫസ്റ്റ് വൈബ് അടിച്ച്. ഫസ്റ്റ് പുഷ്പ 1ന്റെ ടീസറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബട്ട് ടീസർ കൊള്ളാം, ഒരു എൻ്റർടൈനർ, നല്ല അടിപ്പടം ആണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഈ ഒരു ടീസർ അതിന് മുമ്പ് നിങ്ങൾ ഓണമൊക്കെ ആഘോഷിച്ച്, രാത്രിയായി ഓണമൊക്കെ ആഘോഷിച്ചെങ്കിൽ ഈ ഒരു ടീസറോടെ കണ്ടിട്ട് ആഘോഷിക്കുക. സോ നിങ്ങൾ ഓൾറെഡി ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം